ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഓണം സീരീസിന്റെ റെസിപ്പിയാണ് ഏത്തക്ക ഉപ്പേരി. ഇന്ന് തൊട്ട് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഓണം സീരീസിന്റെ റെസിപ്പികളായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ പച്ച ഏത്തക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നല്ല വിളഞ്ഞ കായാണ് എടുത്തിട്ടുള്ളത്. ഇതിന് രണ്ട് സൈഡ് ഇതുപോലെ കട്ടിയെടുത്ത് മാറ്റിയ ശേഷം നമ്മളൊരു കത്തി ഉപയോഗിച്ച് ഇതുപോലൊന്ന് വരഞ്ഞു കൊടുക്കുക. ഇതുപോലൊന്ന് വരഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് തൊലി എളുപ്പം പൊളിച്ചെടുക്കാനായിട്ട് പറ്റും. രണ്ട് സൈഡ് ഇതുപോലൊന്ന് തൊലി പൊളിച്ചു കൊടുക്കുക. ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തൊലി എളുപ്പം തന്നെ പൊളിച്ചെടുക്കാനായിട്ട് പറ്റും. കയ്യിൽ അല്പം വെളിച്ചെണ്ണ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ കയ്യിൽ കറകളൊന്നും പറ്റാതെ ഇരിക്കും. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് മഞ്ഞൾ വെള്ളത്തിലാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഏത്തക്കയുടെ കറയൊക്കെ നന്നായിട്ട് പോയി കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഏത്തക്ക മഞ്ഞൾ വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെക്കുക. അതിനുശേഷം ഏത്തക്ക നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഏത്തക്ക ഉപ്പേരിക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്ത ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ ഒരു സ്ലൈസറിൽ ഇട്ടിട്ടാണ് ഏത്തക്ക അരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരേ തിക്നെസ്സിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതല്ല കത്തി ഉപയോഗിച്ചിട്ട് ഒരേ തിക്നെസ്സിൽ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. സ്ലൈസർ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ ഈസി. അപ്പം ഞാനിവിടെ സ്ലൈസറിലാണ് ഇതെല്ലാം അരിഞ്ഞെടുക്കുന്നത്. ഞാനൊരു രണ്ടെണ്ണം വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് കണ്ടോ, ഇതെല്ലാം ഒരേ തിക്നെസ്സിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ചൂടായിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഏത്തക്കയുടെ പീസസ് എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ചൂടായിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്കാണ് ഏത്തക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഫോർക്ക് കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഏത്തക്ക എല്ലാം വിട്ട് കിട്ടാനായിട്ടാണ് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഓരോ സ്റ്റേജും നമ്മൾ നോക്കി എടുക്കണം, അല്ലെങ്കിൽ ഏത്തക്ക ഉപ്പേരി കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ഫ്രൈ ആയി വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഇത് മാറും. അപ്പോൾ നമുക്കത് മനസ്സിലാകും. ഒരു ബൗളിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിത് ഉപ്പേരിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് ഉപ്പുനീര് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം വേണം നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാനായിട്ട്. അപ്പോൾ ഓവറായിട്ട് കളർ ചേഞ്ച് ആക്കിയിട്ട് ഉപ്പുനീര് ഒഴിച്ച് കൊടുക്കരുത്. അത്യാവശ്യം നന്നായിട്ടൊരു കളർ മാറും. നന്നായിട്ട് ഫ്രൈ ആയ ശേഷം മാത്രം വേണം ഉപ്പ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പേരി നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഓവറായിട്ട് കളർ ചേഞ്ച് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉപ്പേരി നമ്മൾ ഫ്രൈ ചെയ്ത് കോരി കഴിഞ്ഞ ശേഷം ഇതിൻ്റെ കളറ് മാറും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് കോരിയെടുക്കാനായിട്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് തരാനായിട്ട് മറക്കരുത്. നെക്സ്റ്റ് റെസിപ്പി നമുക്ക് വീണ്ടും കാണാം.